തൃശൂർ കോർപ്പറേഷനിൽ ധവളപത്രം അവതരിപ്പിച്ച് കോൺഗ്രസ് ഭരണസമിതി 10 വർഷത്തെ സ്ഥിതി വിവരക്കണക്കുകൾ വ്യക്തമാക്കുന്ന ധവളപത്രം തടയാൻ പ്രതിപക്ഷ ശ്രമവുമുണ്ടായി. ഭരണപ്രതിപക്ഷ ബഹളത്തിൽ 2 പേർക്ക് പരിക്കേറ്റുവെന്ന ഗൗരവമുള്ള വിവരം കൂടിയുണ്ട്. ഇന്ന് രാവിലെ നടന്ന കോർപ്പറേഷൻ കൗൺസിലാണ് അതിനാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. സപ്പോർട്ട് ഞങ്ങൾക്കാണ്. അങ്ങനെ 35 പേരുടെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് ഭരണ സംവിധാനത്തിൽ ഉള്ളത് എന്നുള്ളത് അവർ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു ബഹളമാണ് ഒന്നുണ്ടാക്കിയത്. അപ്പോൾ തികച്ചും ബാലിശ്യമായിട്ടുള്ളൊരു കാര്യത്തിൻ്റെ മേൽ വളരെ ഗൗരവമായ ഒരു കൗൺസിൽ അജണ്ടയിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും അതുപോലെ തന്നെ ജനക്ഷേമ കാര്യങ്ങളെക്കുറിച്ചും അവതരിപ്പിക്കാൻ ഒരു അവസരം തരാതെ കൊണ്ട് ബഹളമുണ്ടാക്കി, അതെല്ലാം അവഗണിച്ച് ബഹളമുണ്ടാക്കി ഒരു കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ച് കൗൺസിലർമാരെയും ഭരണ സംവിധാനത്തെയും തന്നെ നിശ്ചലമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് ഉണ്ടായത്. അത് പ്രതിഷേധിക്കുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ഓടി വരികയാണ്. അവർ 33 പേര് ജയിച്ചു വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഞങ്ങൾ 13 പേരുള്ളൂ. പക്ഷേ അവർ കയ്യൂക്ക് കൊണ്ട് ഞങ്ങളെ നേരിടാനായിട്ടാണ് ശ്രമിച്ചത്. അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് കൗൺസിൽ ഹാളിനകത്തുണ്ടായിട്ടുള്ളത്. അതിനുശേഷം മേയറുടെ ചേംബറിലേക്ക് ഞങ്ങൾ കുത്തിയിരുന്നതും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇത്തരത്തിലേക്കുള്ള പിൻവാതിൽ നിയമനങ്ങൾ പിൻവലിക്കുകയും കൗൺസിലിനകത്ത് ഉയർന്നു വരുന്ന വിഷയങ്ങൾക്കകത്ത് കൃത്യമായിട്ടുള്ള മറുപടി മേയർ എന്ന രീതിയിലേക്ക് മറുപടി പറഞ്ഞു പോകണം. മേയറാണ് മറുപടി പറയേണ്ടത്, അല്ലാതെ മേയർക്ക് വേണ്ടി മറ്റു പലവരും അല്ല മറുപടി പറയേണ്ടത്. നിതിൻ തോമസ് ഉണ്ട്. നിതിൻ, ഈ ധവളപത്രം അവതരിപ്പിക്കുന്നതിൽ എന്താണ് പ്രശ്നം? അത് ഇങ്ങനെ സംഘർഷത്തിലേക്ക് നീങ്ങിയത് എങ്ങനെയാണ്? ഇന്ന് കാലത്ത് നടന്ന കൗൺസിൽ യോഗത്തിലാണ് ഇത്തരത്തിലൊരു കയ്യാങ്കളി ഇരുപക്ഷത്തു നിന്നും ഉണ്ടായത്. അതായത് പ്രതിപക്ഷം ഒരു കാര്യത്തിനെ ചോദ്യം ചെയ്തു വരുന്നു, ഭരണപക്ഷം അത് തടയാൻ ശ്രമിക്കുന്നു, അത് കയ്യാങ്കളിയിലേക്ക് മാറുന്നു. അത്തരത്തിൽ കയ്യാങ്കളി നടന്നു എന്നുള്ളതും അതുപോലെ തന്നെ 2 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതും വാസ്തവമാണ്. ഇനി ഇതിൽ എന്തിന് കയ്യാങ്കളി നടന്നു എന്നുള്ള വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇരു വിഭാഗവും 2 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഭരണപക്ഷം പറയുന്നത് ഞങ്ങൾ ഇന്നൊരു ധവളപത്രം ഈ കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കുകയായിരുന്നു, അതിനെ ചൊല്ലിയാണ് ഇത്തരത്തിലൊരു തർക്കമുണ്ടായത് എന്നാണ്. അതായത് കഴിഞ്ഞ 10 വർഷത്തെ സ്ഥിതിവിവര കണക്കുകൾ ഈ ഭരണപക്ഷം പറയുന്നത് വെച്ചിട്ട് 80 കോടിക്ക് മുകളിൽ രൂപ തനത് ഫണ്ടിൽ നിന്നും ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന LDF ഭരണസമിതി കഴിഞ്ഞ 10 വർഷം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ധവളപത്രമാണ്. തുടർന്നാണ് കൗൺസിലിൽ സംഘർഷമുണ്ടായത്.